സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ രണ്ടായി തരംതിരിച്ച് ക്രിസ്റ്റലൈൻ അമോർഫസ് ഒക്കെ ഇപ്പോൾ കണ്ടു. ഇതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ സ്ട്രക്ചറുകൾ, ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഇതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചറുകളിലേക്ക് പോവാം. അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് ചോദിച്ചാൽ, ഞാനിവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ഈ ബ്ലാക്ക് ഡോട്ടുകളൊക്കെ കാണിക്കുന്നത് നമ്മളെ ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ ഇൻട്രാക്ടിങ് പാർട്ടിക്കിൾസ് ആണ്. നമുക്ക് എക്സാമ്പിളായിട്ട് ആറ്റംസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഓരോ ആറ്റംസ് റെഗുലർ അറേഞ്ച്മെന്റിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ 3 ഡയമെൻഷണൽ റെഗുലർ അറേഞ്ച്മെന്റിനെയാണ്, അങ്ങനെ അറേഞ്ച് ചെയ്ത് പോയാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ വരാം, ആരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ 3 ഡയമെൻഷണൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ക്രിസ്റ്റൽ. ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ നമ്മൾ സ്പേസ് ലാറ്റിസ് എന്ന് കാണും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ പിന്നീട് കേൾക്കുന്ന മറ്റൊരു വാക്കാണ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഈ റെഡിൽ കാണിച്ച ആളാണ് യൂണിറ്റ് സെല്ല്. അപ്പൊ ഈ ക്രിസ്റ്റൽ ലാറ്റിസിലെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോ ആരാണ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചാൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്, ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് ആണ് ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആറ്റംസ് ഇവിടെ ഒക്യുപ്പൈ ചെയ്യുന്ന ഈ പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ പോയിന്റുകളെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇത് ടോട്ടല് ഇങ്ങനെ പോകുന്ന ഈ അറേഞ്ച്മെന്റിനെ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കും. ഇതിലെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിനെ യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. ഇതിലെ ഓരോ പോയിന്റുകളെയും നമ്മൾ വിളിച്ചത് ലാറ്റിസ് പോയിന്റ് എന്നായിരുന്നു. ഇനി ഈ സ്ട്രക്ചറുകൾ പഠിക്കാൻ നമുക്ക് ഒരാളും കൂടെ ആവശ്യമായിട്ടുണ്ട്. അത് യൂണിറ്റ് സെല്ലിന്റെ പാരാമീറ്റേഴ്സ് ആണ്. ഒരു യൂണിറ്റ് സെല്ലിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ, അതിന്റെ ഷേപ്പിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഈ പാരാമീറ്റേഴ്സ് വേണം. ആ പാരാമീറ്റേഴ്സ് ആണ് ഇവ. ഇതിലെ ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ ഇവിടെ എടുത്തു വരച്ചു. ഈ യൂണിറ്റ് സെല്ലില് ഇതാണ് എക്സ് ഡയറക്ഷൻ, ഇതാണ് വൈ ഡയറക്ഷൻ, ഇതാണ് ഇസഡ് ഡയറക്ഷൻ എങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള ആ യൂണിറ്റ് സെല്ലിന്റെ സൈഡിന്റെ ലെങ്ത് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ ആ യൂണിറ്റ് സെല്ലിന്റെ ലെങ്ത് ആണ്. അടുത്തത് വൈ ഡയറക്ഷനിലെ ലെങ്ത് ആണ് ബി എന്ന് വിളിക്കുന്നത്. ഇസഡ് ഡയറക്ഷനിലെ ലെങ്ത്തിനെയാണ് സി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് 3 സൈഡുകളുടെ ലെങ്ത്തുകളെ കുറിച്ച് അറിയണം. അതിന് നമ്മൾ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഷേപ്പുകളെയും തരംതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത സൈഡുകളുടെ പേരുകളാണ് എ ബി സി എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് ഈ എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് ഗാമ. എയും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ. അതേപോലെ ബിയും സിയും തമ്മിലാണ് ആൽഫ, സിയും എയും തമ്മിലാണ് ബീറ്റ. അപ്പൊ നോക്കൂ, 3 സൈഡുകള് എ ബി സിയും ഇവരോരോന്നും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളുകള് ആൽഫ, ബീറ്റ, ഗാമ. അങ്ങനെ നമുക്ക് 6 പാരാമീറ്റേഴ്സ് വേണം. ഓരോ ഷേപ്പുകളെ മാറി മാറി മനസ്സിലാക്കണമെങ്കിൽ 6 പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്. 3 സൈഡുകളും 3 ആംഗിളുകളുമാണ് വേണ്ടത്. അപ്പൊ ഇനി നമ്മൾ എ ബി സി എന്നാണ് പറയാം. അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം ഓരോ
ഡയമെൻഷനിൽ വരുന്ന ലെങ്ത്തുകളും ഇവർക്കിടയിലുള്ള ആംഗിളുകളുമാണ് ആൽഫ ബീറ്റ ഗാമ എന്നുള്ളത് മനസ്സിൽ വരണം. അപ്പോൾ നമ്മൾ ഇനി സ്ട്രക്ചറുകളെ കുറിച്ച് പഠിക്കാൻ പോവാം. അതിൽ ആദ്യം അറിയേണ്ടതൊന്ന് ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ 3D റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇതിലെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിനെ നമ്മൾ യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. ഈ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ ആറ്റംസ് ഒക്യുപ്പൈ ചെയ്യുന്ന പോയിന്റുകളെയും ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കും. പിന്നീട് നമുക്ക് ആവശ്യമായി വന്നത് പാരാമീറ്റേഴ്സ് ആയിരുന്നു. ആരുടെ പാരാമീറ്റേഴ്സ്? യൂണിറ്റ് സെല്ലിന്റെ പാരാമീറ്റേഴ്സ്. അത് 3 സൈഡുകളും 3 ആംഗിളുകളും. ABC ആയിരുന്നു ഓരോ സൈഡുകൾ വന്നത്. അടുത്തത് വന്നത് 3 ആംഗിളുകൾ. ഇവരോരോന്നും തമ്മിൽ ആൽഫ ബീറ്റ ഗാമ. അടുത്തത് നമുക്ക് ഇതില് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമുള്ള ഒരു കാര്യം, ഈ പിക്ചർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണ്. നോക്കൂ, ഈ ആറ്റംസ് ഇരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ശരിക്ക് 8 ക്യൂബുകളുണ്ട്. അതിൽ ഒരു ക്യൂബാണ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഈ റെഡില്. അതേപോലത്തെ 8 ക്യൂബുകളാണുള്ളത്. ആ 8 ക്യൂബുകളുടെയും ഓരോ കോർണറിലാണ് ഈ ആറ്റംസ് ഇരിക്കുന്നത്. അത് നമുക്ക് പൊതുവെ ഈ ആറ്റംസ് എവിടൊക്കെ ഇരിക്കാമെന്ന് നോക്കാം. അത് ചില സമയങ്ങളിൽ കോർണറിലാവും, ചിലപ്പോ ആ ഓരോ ക്യൂബിന്റെയും ഫേസ് സെന്ററിൽ ഇരിക്കാം, ചിലപ്പോ അത് ബോഡി സെന്ററിലാവും. ഒരു ക്യൂബിന്റെ ബോഡി സെന്ററിലായിരിക്കും അതിരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ആറ്റംസ് നമ്മൾ ഈ വരച്ചതൊക്കെ കോർണറിലാണ് പ്ലേസ് ചെയ്ത് വെച്ചത്. പക്ഷെ കോർണറിലാവാം, ഫേസ് സെന്ററിലാവാം, ബോഡി സെന്ററിലാവാം. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ ആറ്റംസിന് ഇരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കോർണറിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. നോക്കൂ, ഈ ഒരു റെഡില് നമ്മൾ കാണിച്ച യൂണിറ്റ് സെല്ല് നോക്കുക. അതില് കോർണറിലെ ഒരു ആറ്റം ഞാൻ എടുക്കുന്നത് ഈ ടോട്ടൽ ക്യൂബിന്റെ സെന്ററിലുള്ള യൂണിറ്റ് സെല്ലാണ്. ഈ ആറ്റം ലാറ്റിസ് പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനുള്ള കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ എവിടെ ഉള്ളത്? ഈ കോർണറിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റം ഈ ക്യൂബുമായിട്ട് മാത്രമല്ല കോണ്ടാക്റ്റിൽ വരുന്നത്, ബാക്കി 8 ക്യൂബുകളായിട്ടും കോണ്ടാക്റ്റിൽ വരും. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ കോർണറിൽ ഇരിക്കുന്ന ആള് അടുത്തുള്ള എല്ലാ ടോട്ടൽ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 8 ക്യൂബുകളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഈ കോർണറിലുള്ള ആറ്റം എടുത്താലും ഇവിടെ ഒക്കെ ക്യൂബുകളുണ്ട്. അപ്പൊ ഈ കോർണറിലുള്ള ആറ്റവും 8 ക്യൂബുകളുമായിട്ട് കണക്ഷൻ വരും. അപ്പോ 8 ആളുകളാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു സ്ഫിയർ എടുക്കുക. ആ സ്ഫിയറിനെ 8 ഭാഗങ്ങളാക്കിയാൽ അതിലൊരു പോർഷൻ മാത്രമേ എവിടെ കിട്ടുള്ളൂ? ഒരു ക്യൂബിനകത്തേക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ, ഒരു കോർണറിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആണ്. 1/8 മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിന് 8 കോർണർ ആണുള്ളത്. ആ 8 കോർണറിൽ ഓരോന്നും 1/8 കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഒരു പാർട്ടിക്കിൾ ആവും. അപ്പൊ നമ്മളോട് ചോദ്യം വരിക, ഒരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിന്റെ ഓരോ കോർണേഴ്സിലും ഓരോ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാ? 1 വന്നിട്ടുള്ളൂ. കാരണം ഓരോ പാർട്ടിക്കിളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/8 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഇത് പറയില്ല. കോർണർന്ന് കേട്ടാൽ അപ്പോ ഇതില് ഒരാളുടെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/8. കോർണറിലാണെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാ? 8 കോർണർ ആണ്,
8 ഇൻറ്റു 1/8 ഈക്വൽ ടു 1. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1ഉം, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ 1/8ഉം. കോർണറിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഓർത്ത് വെക്കണം നമ്മൾ. അടുത്തത്, ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ വെച്ചത് ഫേസ് സെന്ററിലാണെങ്കിൽ, ഫേസ് സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കുക. ഈ ഒരു ക്യൂബ്, ഇത് ഒരു യൂണിറ്റ് സെല്ലാണ്, ഇതിന്റെ ഒരു ഫേസ് ആണ് ഇതെങ്കിൽ ഈ ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ അറിയണമെങ്കിൽ ഇതിന് മുകളിൽ ഒരു ക്യൂബ് ഉണ്ടാവുമല്ലോ. ഈ മുകളിൽ ഒരു ക്യൂബും താഴെ ഒരു ക്യൂബും, ഈ രണ്ടാളുകളായിട്ടാണ് അത് കോണ്ടാക്ട് വരിക. ഇപ്പൊ ഇതിന്റെ സൈഡിൽ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ പോലും ആ ക്യൂബുമായിട്ട് ഈ ആറ്റത്തിന് എന്തില്ല, കോണ്ടാക്ട് ഇല്ല. അങ്ങനെ കോണ്ടാക്ട് ഇല്ലെങ്കിൽ അതിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ പോവില്ല. അങ്ങനെയാണെങ്കിൽ ഫേസ് സെന്ററിലുള്ള ആള്, അവരുടെ ഒരാളുടെ കോൺട്രിബ്യൂഷൻ വരുന്ന രണ്ടാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എത്രയാവും? 1/2. ഒരു യൂണിറ്റ് സെല്ലിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 1/2 ആണ്. അപ്പോ ഫേസ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് 1/2 ആണ്. ഇനി ഒരു ക്യൂബിന് എത്ര ഫേസുകളാണ് വരുന്നത്? 6 ഫേസുകളുണ്ട്. 6 ഫേസ് ആണെങ്കിൽ ഈ 6 ഫേസിലും ആളുകൾ ഉണ്ടെങ്കിൽ 1/2 ആണ് ഓരോരുത്തരും കോൺട്രിബ്യൂഷൻ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാ വരിക? 3. ആദ്യം കോർണറിൽ 8 കോർണറിലും വെച്ചാൽ 8 ഇൻറ്റു 1/8 ഈക്വൽ ടു 1. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1 ആണ്, ഒരാളുടെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. ഫേസ് സെന്ററിൽ ഒരാളുടെ കോൺട്രിബ്യൂഷൻ 1/2 ആണ്. അങ്ങനെ 6 ഫേസുകൾ നോക്കുമ്പോൾ 6 ഇൻറ്റു 1/2 ഈക്വൽ ടു 3 പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇനി നമുക്കറിയാനുള്ളത് ഫേസ് സെന്റർ ആണ്. ഫേസ് സെന്റർ പറഞ്ഞിട്ട് അടുത്തത് ബോഡി സെന്റർ ആണ്. ഈ ആറ്റം നിൽക്കുന്നത് ആ ഒരു ക്യൂബിന്റെ, ഒരൊറ്റ ക്യൂബിന്റെ ഒത്ത നടുക്കാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആ ക്യൂബിന്റെ ജോമെട്രിക്കൽ സെന്ററിലാണെങ്കിൽ ആ ക്യൂബിനകത്ത് ടോട്ടലായിട്ട് മൂടപ്പെട്ട രീതിയിലാണ് അത് ഇരിക്കുന്നത്. ഇനി അത് വേറെ ഒരു ക്യൂബുമായിട്ട് കോണ്ടാക്റ്റിൽ വരില്ല. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? കോൺട്രിബ്യൂഷൻ വരുന്നത് 1 ആണ്. അത് മുഴുവനായിട്ടതില്ല. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാ? അതും 1 ആണ്. ഇനി നമ്മൾക്ക് വേറെ ഒരു രീതിയിൽ ഇങ്ങനെ വന്നു എന്ന് കരുതുക. ഇത് നിങ്ങൾ ഒറ്റക്ക് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എഡ്ജ് സെന്റർ. എഡ്ജ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ ഈ റെഡ് യൂണിറ്റ് സെല്ല് നോക്കുക. ഈ റെഡ് യൂണിറ്റ് സെല്ലിന്റെ എഡ്ജിന്റെ സെന്ററിലാണ് ഞാൻ ഒരാളെ വെച്ചതെങ്കിൽ അത് ആ റെഡുമായിട്ടും അതിന് പിൻവശത്തുള്ള ക്യൂബുമായിട്ടും അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എത്ര ആളായിട്ട് ഷെയർ ചെയ്തു? 2. പക്ഷേ ഇതിന് മുകളിൽ ഇതേപോലെ 2 ക്യൂബുകൾ വരാം. അങ്ങനെ വന്നാൽ അത് 4 ക്യൂബുകളുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്താൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ഒരാളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിന് എത്ര എഡ്ജുകളുണ്ട്? 12 എഡ്ജുകളാണ് വരിക. അതിൽ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/4. അപ്പൊ ടോട്ടൽ എത്രയാ? 3 ആണ് വരിക. അപ്പൊ നോക്കുന്നത് ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ എത്രയാ, ഓരോരുത്തരുടെ അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. നോക്കും, ഈ കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫ്ലെക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫ്ലെക്സിൽ നമ്മൾ ചോദിക്കും, ഒരൊറ്റ ചാർജ്, ഒരു ക്യൂ എന്ന സ്ഫെറിക്കൽ ചാർജ് ഒരു ക്യൂബിന്റെ കോർണറിൽ വെച്ചു. കോർണറിൽ അപ്പൊ ഒരാളേ ഉള്ളൂ, എല്ലാ കോർണറിലും വെക്കുന്നില്ല. ഒരൊറ്റ കോർണറിൽ ഒരൊറ്റ ചാർജിനെ വെച്ചാൽ അതിന്റെ ക്യൂ ഇൻസൈഡ് എത്രയാണെന്നാ ചോദ്യം. ക്യൂ ഇൻസൈഡ് എത്രയാന്ന് ചോദിച്ചാൽ ടോട്ടൽ എത്രയാ? Q/8 ആണ് കോൺട്രിബ്യൂഷൻ വരിക, കാരണം കോർണറിലാ വെച്ചത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആ ചാർജ് നമ്മൾ വെച്ചത് ഫേസ് സെന്ററിലാണെങ്കിൽ എത്രയാ ക്യൂ ഇൻസൈഡ് വരിക?
ക്യൂ ഇൻസൈഡ് ഈക്വൽ ടു ഫേസ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ 1/2. അപ്പോ Q/2 എന്നാണ് വരിക. ഒറ്റ ചാർജ് വെക്കുന്നുള്ളൂ, വേറെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടണം. ഇനി അടുത്തത് നമ്മള് ബോഡി സെന്ററിലാണ് എന്ന് കരുതുക. അപ്പൊ ക്യൂ ഇൻസൈഡ് എത്രയാ Q, അതാണ് വരിക. അതല്ല എഡ്ജ് സെന്റർ ആണെന്ന് കരുതുക. എഡ്ജ് സെന്റർ ആണെങ്കിൽ ക്യൂ ഇൻസൈഡ് എത്രയാ കിട്ടുക? എഡ്ജ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ 1/4 ആണ്. അപ്പൊ Q/4. ഇതാണ് ഫ്ലെക്സുമായി ബന്ധപ്പെട്ട് സോളിഡ് സ്റ്റേറ്റുമായി റിലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾക്ക് അവിടെ ക്യൂ ഇൻസൈഡ് കിട്ടി. ഇപ്പൊ നമ്മൾ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് യൂണിറ്റ് സെല്ലിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. യൂണിറ്റ് സെല്ല് യൂണിറ്റ് സെല്ലില് രണ്ടായിട്ട് തരംതിരിക്കുന്നതിൽ ഒന്നാമത്തെ ആള് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഇത് ക്യൂബ് ആണെങ്കിൽ സിമ്പിൾ ക്യൂബിക് എന്നൊക്കെ പറയുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെയാണ്. അപ്പൊ യൂണിറ്റ് സെല്ലിനെ രണ്ടായി തരംതിരിക്കാം. അതിലൊന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചാൽ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. ആറ്റംസ് ഇരിക്കുന്നത് കോർണറിൽ മാത്രമാണെങ്കിൽ ഫേസ് സെന്ററിലില്ല, ബോഡി സെന്ററിലില്ല, എഡ്ജ് സെന്ററിലോ എവിടെയില്ല, കോർണറിൽ മാത്രമേ ആരുള്ളൂ, ആറ്റംസ് ഇരിക്കുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണെങ്കിൽ ഇതിൽ എത്ര പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര ഉണ്ട് എന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ 8 കോർണർ ആണ്. ആ 8 കോർണറിൽ ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻ 1/8 ആണ്. ഈക്വൽ ടു 1 ആറ്റം അല്ലെങ്കിൽ 1 പാർട്ടിക്കിൾ ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു സോളിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബിക് ആണ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണ് എന്ന് കണ്ടാൽ അപ്പൊ നമുക്ക് വരണം എന്ത്, അതിലുണ്ടാവുക ഒരു പാർട്ടിക്കിൾ ആയിരിക്കും. 1/8 ആണ് കോൺട്രിബ്യൂഷൻ. കോർണറിൽ മാത്രം, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കോർണറിൽ മാത്രമാണെങ്കിൽ അതാരാ? പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. അപ്പൊ യൂണിറ്റ് സെല്ലിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിൽ ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തെ ആളാണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഈ ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കോർണറിലുണ്ട്, പ്ലസ് അതിന് പുറമെ ഫേസ് സെന്ററിലോ അല്ലെങ്കിൽ ബോഡി സെന്ററിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷനിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ കോർണറിൽ മാത്രമാണെങ്കിൽ പ്രിമിറ്റീവും, കോർണറിന് പുറമെ, കോർണർ ഉണ്ട് കേട്ടോ, ഇതും ഉണ്ട്, വേറെ ഏതെങ്കിലും പൊസിഷനിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഈ സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പോ യൂണിറ്റ് സെല്ലിനെ രണ്ടാക്കി, പ്രിമിറ്റീവും സെന്റേർഡും. ഇനി സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ മൂന്നാക്കി തരംതിരിക്കാം. സെന്റേർഡ് യൂണിറ്റ് സെല്ലിന് ഒന്നാമത്തെ ആള് വരുന്നത് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലാണ്. അതിൽ നിന്ന് തന്നെ അതിന്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ല് കോർണറിലുണ്ടോ? ഉണ്ട്. കോർണറിലുമുണ്ട്, അതിനു പുറമെ ആ ബോഡിയുടെ സെന്ററിലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇതാണ് ആ ബോഡി സെന്റേർഡിന്റെ ഒരു പിക്ചർ വരിക. ഈ കോർണറിൽ 8 ആളുകൾ വീതമുണ്ട്. അതിനു പുറമെ ആ ബോഡിയുടെ സെന്ററിലുണ്ട്.
അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്? ഇവിടെ നമ്മുടെ ആ ബോഡിക്കകത്ത് ഒരാളുണ്ടല്ലോ, ബോഡി സെന്റേർഡ് ആണെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1 പ്ലസ്. ഇനി 8 ആളുകൾ കോർണറിലാണ്, അപ്പോ 8 × 1/8 ഈക്വൽ ടു 2 പാർട്ടിക്കിൾസ് ആണ് വരിക. അപ്പൊ നോക്കൂ, സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ 3ആയിട്ട് തരംതിരിക്കാം. അതിലൊന്ന് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലാണ്. അതില് കോർണറിന് പുറമെ ബോഡി സെന്ററിൽ ഒന്നുണ്ട്. അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരിക 1 എവിടെയാ? ബോഡി സെന്റർ പ്ലസ് 8 × 1/8 എന്ന് പറഞ്ഞാൽ 1. ടോട്ടൽ എത്രയാ? 2 പാർട്ടിക്കിൾസ് ഉണ്ടാവും ഒരു ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ എടുത്താൽ. രണ്ടാമത് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലാണ്. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ കോർണറിലുണ്ട്. എത്ര കോർണറാ? 8 കോർണർ ഉണ്ട് കേട്ടോ. 8 കോർണറിൽ ഓരോരുത്തരും പ്ലസ് 6 ഫേസുകളുണ്ട്. ആ ഫേസിന്റെ സെന്ററിൽ അങ്ങനെ 6 ഫേസ് സെന്ററിലും കൂടെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാലോ നമുക്ക്. 8 കോർണർ ആണെങ്കിൽ 8 × 1/8 പ്ലസ് ഫേസ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ ഓർമ്മ ഉണ്ടോ? ഒന്നിന് മുകളിൽ 1 1/2 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോ 6 × 1/2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാ? 1 + 3 ഈക്വൽ ടു എത്രയാ? 4 ആണ് വരിക. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് ബോഡി സെന്റേർഡ്, അതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാ? 2 ആണ് വന്നത്. അടുത്തത് വന്നത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലാണ്. അതിൽ ടോട്ടൽ പാർട്ടിക്കിൾസ് വന്നത് എത്രയാ? 4 ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ, അത് വരുന്നത് എൻഡ് സെന്റേർഡ് ആണ്. എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞാല് 8 കോർണറിൽ ഓരോരുത്തരുണ്ട് പ്ലസ് അതിന് പുറമെ. ഇപ്പൊ നമുക്ക് നേരത്തെ പിക്ചറിൽ പറയായിരുന്നെങ്കിൽ ഫേസ് സെന്റർ കാണിക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് ഫേസ് സെന്റർ 1, ഇവിടുത്തെ ഒരു ഫേസ് സെന്ററിൽ 2, ഇതിന് ഈ ക്യൂബിന് പുറത്തുള്ള ഫേസ് സെന്ററിൽ 1, അപ്പൊ അത് ടോട്ടൽ 3 ആയി. ഈ ഫേസ് സെന്ററിൽ 4, ഈ ഫേസ് സെന്ററിൽ 5, പിന്നെ ഈ മുൻഭാഗത്തുള്ള ഫേസ് സെന്ററിൽ 6. അങ്ങനെയായിരുന്നു നമ്മളെ പാർട്ടിക്കിൾസ് ഫേസ് സെന്റേർഡിൽ വരിക. അത് മാറിയിട്ട് എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ 8 കോർണറിൽ വന്നു, പിന്നെ 2 ഓപ്പോസിറ്റ് ഫേസ് സെന്ററിൽ വരും. ഇതിനെയാണ് നമ്മൾ എൻഡ് സെന്റേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ഒരു ഫേസ് എടുത്താൽ ഈ ഒരു ഫേസ്, അപ്പൊ നോക്കൂ, ഇവിടെ ഒന്നും ഇവിടെ ഒന്നും. ഇതിനെയാണ് നമ്മൾ എൻഡ് സെന്റേർഡ് എന്ന് വിളിക്കുന്നത്. എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അപ്പൊ എത്രയാവും? 8 കോർണറിൽ വരുമ്പോ 8 × 1/8 പ്ലസ് അടുത്തത് 2 × 2 ഫേസ് സെന്ററാ. ഫേസ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/2 ഈക്വൽ ടു 1 + 1 ഈക്വൽ ടു എത്രയാ? 2 പാർട്ടിക്കിൾസ് ആണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ഇത് നമ്മൾക്ക് ആ ഒരു 3 ഡയമെൻഷണൽ ഐഡിയ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. ഒന്ന്, ടോട്ടൽ ആ അറേഞ്ച്മെന്റിനെ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ്. അതിലെ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ നമ്മൾ വിളിച്ചത് യൂണിറ്റ് സെൽ എന്നാണ്.
അതിലെ ഓരോ ആറ്റംസും നിൽക്കുന്ന പോയിന്റുകളെ നമ്മൾ വിളിച്ചത് ലാറ്റിസ് പോയിന്റ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 6 പാരാമീറ്റേഴ്സ് വേണ്ടി വന്നു. പാരാമീറ്റേഴ്സ് 6 എണ്ണം, 3 സൈഡുകളും 3 ആംഗിളുകളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിറ്റ് സെല്ലിനെ 2ആയിട്ട് തരംതിരിച്ചു. യൂണിറ്റ് സെല്ലിനെ 2ആയി തരംതിരിച്ചതിൽ ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, അടുത്തത് സെന്റേർഡ് യൂണിറ്റ് സെൽ. ആ സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ നമ്മൾ എന്ത് ചെയ്തു? 3ആയിട്ട് തരംതിരിച്ചു. ആ സെന്റേർഡ് യൂണിറ്റ്സിൽ ഒന്ന് ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്. ഇത്ര കാര്യം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് കോൺട്രിബ്യൂഷൻസ് ആണ്. കോൺട്രിബ്യൂഷനിൽ ഒരു കോർണർ ആണെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. ഒരു ഫേസ് സെന്റർ ആണെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ 1/2 ആണ്. ഒരു ബോഡി സെന്റർ ആണെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ 1 ആണ്. എഡ്ജ് സെന്റർ ആണെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ 1/4 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ പഠിച്ചത്. ഇനി നമ്മൾക്ക് ഓരോ സ്ട്രക്ചറുകൾ ഇങ്ങനെ പഠിക്കാൻ പറ്റും, നോക്കാം. ഇനി നമുക്ക് അറിയാനുള്ളത് ബ്രവൈസ് ലാറ്റിസസ് ആണ്. ബ്രവൈസ് ലാറ്റിസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസ് കേട്ടു. ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു അടുക്കി വെക്കുന്ന ഒരു 3D അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബ്രിക്ക്, നമ്മളിപ്പോൾ സാധാരണ ഒരു ചുമര് പടുത്ത് കൊണ്ടുപോകണമെന്ന് കരുതുക. അങ്ങനെ ഒരു ബ്രിക്കിന് മുകളിൽ മറ്റൊരു ബ്രിക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ഷേപ്പ് ഉണ്ടാക്കി. അങ്ങനെ ബ്രിക്കിന് മുകളിൽ ബ്രിക്ക് ഇങ്ങനെ അടുക്കി വെച്ച് പോകുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ ബ്രിക്ക് അല്ലെങ്കിൽ വേറെ ഏത് ഒരു ഷേപ്പിന് മുകളിലാണ് ഇങ്ങനെ അടുക്കി കൊണ്ടുപോകാൻ കഴിയുക. അങ്ങനത്തെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിന്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഷേപ്പുകളും നോക്കിയപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്നത് 14 ഷേപ്പുകളാണ്. 14 ഷേപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട്, ഇപ്പോൾ ഒരു ഷേപ്പിൽ വരുത്തുന്ന മാറ്റം ഞാൻ പറയാം. ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് അത് ബോഡി സെന്റേർഡ് ആവാം, അല്ലെങ്കിൽ അതേ ഷേപ്പ് തന്നെ ചിലപ്പോൾ എൻഡ് സെന്റേർഡ് ആവാം, ചിലപ്പോൾ അത് ഫേസ് സെന്റേർഡ് ആവാം, അങ്ങനെ മാറി വരാം. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടിയിട്ട് ആ ഷേപ്പിൽ തന്നെ മാറ്റങ്ങൾ വരാം. അങ്ങനെ എല്ലാ സാധ്യമായ ഷേപ്പുകളെയും നമ്മൾ പറയുന്ന പേരാണ് ബ്രവൈസ് ലാറ്റിസസ്. അപ്പോൾ ബ്രവൈസ് ലാറ്റിസസ് അങ്ങനെ 14 പോസിബിൾ ആയിട്ടുള്ള ലാറ്റിസസുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ ബ്രവൈസ് ലാറ്റിസസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ട് അതിനെ നമ്മൾ ബോഡി സെന്റേർഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഫേസ് സെന്റേർഡ് അങ്ങനെ വീണ്ടും തരംതിരിവായി പോകല്ലോ. അത് ഒഴിവാക്കിയാൽ 7 ഷേപ്പുകളാണ് കിട്ടുക. അതിനെ നമ്മൾ വിളിക്കും ക്രിസ്റ്റൽ സിസ്റ്റം എന്ന്. അപ്പോ ആകെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണുള്ളത്. ഇതിൽ തന്നെ മാറിയിട്ട് ബോഡി സെന്റേർഡ്, എൻഡ് സെന്റേർഡ്, അങ്ങനെ ടോട്ടൽ പോസിബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ലാറ്റിസസ് വരുന്നത് 14 എണ്ണമാണ്. അത് ബ്രവൈസ് ലാറ്റിസസ് എന്ന് വിളിക്കും നമ്മൾ. അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ആരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ 3D അറേഞ്ച്മെന്റ്, ഓർഡേർഡ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസസ് എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർഡേർഡ് ആയിട്ട് നമുക്ക് എത്ര ഷേപ്പുകൾ പോസിബിൾ ആണ്? 7 എണ്ണം. അതാണ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഓരോന്നും ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് അങ്ങനെയും കൂടെ നമ്മൾ തരംതിരിച്ചു വന്നാൽ ടോട്ടല് 14 പോസിബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ലാറ്റിസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ബ്രവൈസ് ലാറ്റിസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ തരം തിരിഞ്ഞറിയണം. ഏതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്, ആരാണ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്, ആരാണ് ബ്രവൈസ് ലാറ്റിസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോന്നും തരം തിരിഞ്ഞറിയാം. ഇനി നമ്മൾക്ക് ഷേപ്പുകൾ ഒന്ന് നോക്കാം. ഈ ഷേപ്പുകൾ നമ്മൾ പറയുന്ന സമയത്ത് പാരാമീറ്റേഴ്സ് പറഞ്ഞിരുന്നു. യൂണിറ്റ് സെല്ലിൽ അതിൻ്റെ ലെങ്ത്തുകൾ, ഓരോ ആക്സിസിലൂടെ ഉള്ള ലെങ്ത്തുകൾ ABC, ആക്സിയൽ ലെങ്ത്തുകൾ.
ഈ ഓരോ ലെങ്ത്തുകളും ഉണ്ടാക്കുന്ന ആംഗിളുകൾ ആൽഫ ബീറ്റ ഗാമ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് നമ്മൾ ആക്സിയൽ ആംഗിൾസ് എന്നും പറയും. ഇനി നമുക്ക് ഒന്നാമത്തെ ആളെ നോക്കാം. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ക്യൂബിക് സിസ്റ്റമാണ്. നമ്മൾക്ക് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്യൂബാണ് റിപ്പീറ്റിംഗ് യൂണിറ്റ് വരുന്നത്. ആ ക്യൂബ് ആണെങ്കിൽ നമുക്ക് ക്യൂബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്യൂബ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഒന്ന് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആവും. അപ്പോൾ ഓരോ സൈഡുകളും എ ബി സി അത് ഓരോന്നും സെയിം ആണ്. അത് മാത്രമല്ല ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു എത്രയാവും? 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂബിക് സിസ്റ്റം വരുന്നത്. ക്യൂബിക് സിസ്റ്റം അപ്പൊ അങ്ങനത്തെ 7 സിസ്റ്റത്തില് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് ക്യൂബിക് സിസ്റ്റം എന്ന് പറയുന്നത്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. അതേപോലെ തന്നെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു എത്രയാവും? 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതാണ് ക്യൂബിക് സിസ്റ്റം. അപ്പൊ ഇനി ഇതിൽ തന്നെ വേറെ പോസിബിൾ ആയിട്ടുള്ളത് ഉണ്ടാവാം. ചിലപ്പോൾ ബോഡി സെന്റേർഡ് ഉണ്ടാവാം, എൻഡ് സെന്റേർഡ് ഉണ്ടാവാം, ഫേസ് സെന്റേർഡ് ഒക്കെ വരാം. അത് നമ്മൾക്ക് കൂടുതൽ പഠിക്കാനില്ല. അങ്ങനെയാണ് ടോട്ടൽ 14 ബ്രവേസ് ലാറ്റിസസ് ഉണ്ടെന്ന് പറയുന്നത്. ഇത് ക്രിസ്റ്റൽ സിസ്റ്റം 7 എണ്ണമാണ്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ചെറിയൊരു മാറ്റം വരുത്തിയത് നോക്കൂ. ഈ മാറ്റം വരുന്നത് ഈ ഇപ്പൊ ഒരു മുകളിൽ ഇത് എയും ഇത് ബി ആണെങ്കിൽ അതേപോലെ തന്നെ എയും ബിയും ഉണ്ട്. പക്ഷേ സി വ്യത്യസ്തമാണ്. അപ്പോൾ സി വ്യത്യാസമായി. അപ്പോൾ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. അപ്പൊ അടുത്ത ആ സിസ്റ്റത്തിന്റെ പേരാണ് ടെട്രഗണൽ. അപ്പൊ ടെട്രഗണൽ സിസ്റ്റം ആണെങ്കിൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. നമുക്ക് എഴുതാം എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. പക്ഷെ ആംഗിളുകളൊക്കെ 90 ആണ്. ഇവിടെ 90 വന്ന് താഴോട്ട് ഇങ്ങനെ നേരെ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി. ഇതാണ് ടെട്രഗണൽ സിസ്റ്റത്തിൽ വരിക. അടുത്തതാണ് ഓർത്തോറോംബിക് എന്ന് പറയുന്നത്. ഓർത്തോറോംബിക് സിസ്റ്റത്തില് ഒന്നും കൂടെ മാറും. ഇവിടെ വന്നപ്പോ നമ്മൾ എന്താ മാറിയത്? എ ബി സി ഈക്വൽ ആയത്. എയും ബിയും ഈക്വൽ ആണ്, പക്ഷെ സി എന്തല്ല? ഈക്വൽ അല്ല. ഇവിടെ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. അപ്പോൾ ഓർത്തോറോംബിക്കിലാണെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു ആരാ? സി. പക്ഷെ ആംഗിളുകളൊക്കെ എത്രയാ? 90 ഡിഗ്രിയാണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രിയാണ് ഓർത്തോറോംബിക്. ഇത് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഈ മാച്ച് ബോക്സ് നമ്മളെ തീപ്പെട്ടിന്റെ കൂടുണ്ടല്ലോ, അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓർത്തോറോംബിക് ആണ്. അപ്പൊ നമുക്ക് എല്ലാം ഈക്വൽ ആവുമ്പോൾ ക്യൂബിക് സിസ്റ്റം. ലെങ്ത്തിൽ ഒന്ന് മാറി, എ ഈക്വൽ ടു ബി ആണ്, പക്ഷെ സിക്ക് ഈക്വൽ അല്ല. ആംഗിൾ ഒക്കെ 90 ആണെങ്കിൽ ടെട്രഗണൽ ആണ്. ഇനി അടുത്തത് ഓരോ സൈഡുകളും വ്യത്യസ്തമാണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. പക്ഷെ ആംഗിളുകളൊക്കെ ഓരോ ആംഗിളും, ഈ ആംഗിള്, ഈ ആംഗിള്, ഇവിടെയുള്ള ആംഗിൾ, ഇതൊക്കെ 90 ഡിഗ്രി ആണെങ്കിൽ അതാരാണ്? ഓർത്തോറോംബിക് ആണ്. മാച്ച് ബോക്സ് നമ്മൾ ഓർത്തു വെക്കണം. ഇനി അടുത്തതാണ് ഇവൻ റോംബോഹീഡ്രൽ. ഈ റോംബോഹീഡ്രൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു പേര് വിളിക്കും ട്രയഗണൽ. റോംബോഹീഡ്രൽ അല്ലെങ്കിൽ ട്രയഗണൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യൂബിക് സിസ്റ്റത്തിലേക്ക് പോവാം. ക്യൂബിക് സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രിയാണ്. പക്ഷേ ഇതിൽ എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും അങ്ങോട്ട് ചെരിക്കും. അത് ചെരിക്കുമ്പോൾ ലെങ്ത് മാറുന്നില്ല, പക്ഷേ
ആംഗിളുകളും നമ്മൾ എല്ലായിടത്തും ഈക്വൽ ആക്കി, പക്ഷെ അത് 90 ഡിഗ്രി അല്ല. ഇതാണ് റോംബോഹീഡ്രൽ വരിക. അപ്പോൾ ലെങ്ത്തുകളൊക്കെ സെയിം ആണ്. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തുനിന്നും തള്ളി എല്ലാ ഭാഗത്തുനിന്നും തള്ളിയിട്ട് ഇതിന്റെ ആംഗിളുകളെല്ലാം ഈക്വൽ ആയി, പക്ഷെ എന്തല്ല 90 ഡിഗ്രി അല്ല എങ്കിൽ അതാണ് റോംബോഹീഡ്രൽ വരിക. അപ്പോൾ റോംബോഹീഡ്രൽ നമുക്ക് എന്ത് എഴുതാം? എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. പക്ഷേ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമയാണ്, ബട്ട് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് റോംബോഹീഡ്രൽ വരിക. ഇനി നമുക്ക് ഈ ഓർത്തോറോംബിക്കിനൊന്ന് മാറ്റാം. ഓർത്തോറോംബിക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. എ ഈക്വൽ ടു എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. പക്ഷെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് അതേപോലെ വെക്കുക. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആ ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് തള്ളുക. അപ്പൊ ഇവിടുത്തെ 90 ഡിഗ്രി ആംഗിൾ അങ്ങോട്ട് മാറും. ഈ താഴ്ഭാഗത്ത് നിന്ന് നേരെ പൊന്തിയത് ഒന്ന് ചെരിഞ്ഞോട് പോകും. താഴ്ഭാഗത്തെ സർഫസ് നിന്ന് നേരെ പൊന്തിയപ്പോഴാണ് 90 ഡിഗ്രി വന്നത്. ആ നേരെ പൊന്തുന്നതിന് പകരം കുറച്ചങ്ങോട്ട് ചെരിച്ച് പൊന്തി കഴിഞ്ഞാൽ ഒരു ഭാഗം ചെരിഞ്ഞു പോയി. ഇതാണ് നമ്മൾ താഴെ കാണുന്ന ഈ പിക്ചർ. മുകളിൽ ഞാൻ അതേപോലെ വരച്ച്, പക്ഷെ ഈ താഴ്ഭാഗത്ത് നീ പൊങ്ങി വരേണ്ട സാധനം ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ മോണോക്ലിനിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ മോണോക്ലിനിക് കിട്ടണമെങ്കിൽ ഓർത്തോറോംബിക് എന്ന് പോകണം. ഓർത്തോറോംബിക്കിൽ ഒരു ആംഗിളാ മാറ്റുന്നത്. അപ്പൊ ഓർത്തോറോംബിക്കിന്റെ സൈഡുകൾ എങ്ങനെയാ? എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഇനി നമ്മള് മുകളിലത്തെ ഒരു ആംഗിള് ആൽഫയും ഗാമയും 90 ഡിഗ്രിയിൽ തന്നെ വെച്ചു, പക്ഷെ ബീറ്റ മാറ്റി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി, ബട്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ മാറ്റിയത്. ഇതേ ഓർത്തോറോംബിക്കിനെ ഈ സൈഡിൽ നിന്നും മാറ്റി മുകളിലത്തെ 90 ഡിഗ്രികൾ ഉണ്ടല്ലോ, അതും നമ്മളൊന്ന് മാറ്റി. ആ ആംഗിളും മാറ്റിയെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രൈക്ലിനിക് എന്ന് വിളിക്കുക. അപ്പൊ ട്രൈക്ലിനിക് എന്ന് പറഞ്ഞാല് ഓർത്തോറോംബിക്കിനെ എല്ലാ ഭാഗത്തുനിന്നും മാറ്റിയതാണ്. അപ്പൊ എല്ലാ ഭാഗത്തുനിന്നും മാറ്റി കഴിഞ്ഞിട്ട് ആംഗിളുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ആകെ മാറ്റിക്കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ഓർത്തോറോംബിക്കിന്റെ ഒരു കണ്ടീഷൻ. അടുത്തത് ആംഗിളുകളൊക്കെ എന്താക്കി? വ്യത്യസ്തങ്ങളാക്കി മാറ്റി. അപ്പോ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രൈക്ലിനിക് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് അറിയേണ്ടതാണ് ഹെക്സഗണൽ സിസ്റ്റം. ഹെക്സഗണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മുകളിൽ ഒരു ഹെക്സഗൺ ഉണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ എ ഈക്വൽ ടു ബി ആണ്, ഹെക്സഗൺ ആണല്ലോ. താഴെയും ഒരു ഹെക്സഗൺ ഉണ്ട്. പക്ഷെ ഈ ഹെക്സഗണിന്റെ ഒരു സൈഡല്ല ഇതിന്റെ ഹൈറ്റ് വരിക. അപ്പൊ നമ്മൾക്ക് എന്താ എഴുതാം? എ ഈക്വൽ ടു ബി ആണ്, നോട്ട് ഈക്വൽ ടു സി. ഇനി ഇവിടെ എയും ബിയും ഈ ഹെക്സഗണിലുണ്ട്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സി പോണത്. അപ്പൊ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എയുമായിട്ട് ബിയുമായിട്ട് എത്രയാ? 90 ഡിഗ്രി. പക്ഷെ ഈ എ ബി ഹെക്സഗണിലുള്ള എ ബി എത്രയാ? 120 ഡിഗ്രി. അപ്പൊ നമുക്ക് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. രണ്ട് ആംഗിളുകൾ 90 ആണ്. അതെങ്ങനെയാ? ഹെക്സഗണിലുള്ള എയും ബിയുമായിട്ട് ആ സി താഴോട്ട് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു എത്രയാ? 90 ഡിഗ്രി. പക്ഷേ ഗാമ ഈക്വൽ ടു എത്രയാ? 120 ഡിഗ്രി. അപ്പൊ രണ്ട് ആംഗിൾ 90യും ഒരു ആംഗിള്
120 ഡിഗ്രിയുമായ ആളാണ് ഹെക്സഗണൽ സിസ്റ്റം വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ് ശരിക്കും. നോക്കുക, ക്രിസ്റ്റൽ ലാറ്റിസ് ആ 3D ഓർഡേർഡ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഷേപ്പുകളെ, പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഷേപ്പുകളെയും ക്രിസ്റ്റൽ ലാറ്റിസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രവൈസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. അത് എത്ര എണ്ണാണ്? 14 എണ്ണാണ്. ഇനി അതിൽ ആ ഷേപ്പുകൾ ഓരോന്നും തന്നെ ബോഡി സെന്റേർഡ്, എൻഡ് സെന്റേർഡ്, ഒറ്റ ഷേപ്പ് എടുത്തിട്ട് അതെന്നെ തിരിക്കണോണ്ടാണ് 14 എണ്ണം കിട്ടിയത്. അപ്പോൾ ടോട്ടൽ എത്ര ഷേപ്പുകളേ ഉള്ളൂ? 7 ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ സിസ്റ്റം വരുന്നത് ക്യൂബിക് സിസ്റ്റം. ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങള്. ക്യൂബിക് ആണെങ്കിൽ എല്ലാം ഈക്വലാ. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. അടുത്തത് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി. ടെട്രഗണൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാറും. അപ്പൊ മുകൾ ഭാഗത്ത് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ബി ആണ്, നോട്ട് ഈക്വൽ ടു സി. പക്ഷെ ആംഗിളുകളൊക്കെ പണ്ടത്തെ പോലെ തന്നെ സെയിം ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. അടുത്തത് സൈഡ് വീണ്ടും മാറുകയാണ്. 3 സൈഡുകളും ഡിഫറെന്റ് ആവുമ്പോഴാണ് ഓർത്തോറോംബിക് വരിക. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. അതേപോലെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ അപ്പോഴും എന്താണ്? 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് റോംബോഹീഡ്രൽ ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ട്രയഗണൽ എന്ന് വിളിച്ചു. റോംബോഹീഡ്രൽ സിസ്റ്റത്തില് ക്യൂബിനെ നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും പുഷ് ചെയ്തിട്ട് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ തന്നെയാണ്. പക്ഷെ അത് നോട്ട് ഈക്വൽ ടു എത്രയാക്കി? 90 ഡിഗ്രി ആക്കുമ്പോഴാണ് റോംബോഹീഡ്രൽ അല്ലെങ്കിൽ ട്രയഗണൽ സിസ്റ്റം വരുന്നത്. ഇനി അടുത്തത് നമ്മൾ 2 എണ്ണം, ഈ മോണോക്ലിനിക്കും ട്രൈക്ലിനിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത് ഓർത്തോറോംബിക്കുമായി ബന്ധപ്പെട്ടാണ്. ഓർത്തോറോംബിക്കില് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, അത് ഇതേപോലെ തന്നെ. ഇനി ആംഗിളുകളൊക്കെ 90 ആയിരുന്നു. അതിൽ ഒരു ആംഗിൾ ചരിച്ചു, നേരെ പൊന്തിയ ഈ സാധനത്തിന് ഒന്നാണ് തള്ളിയപ്പോ ഒരു ആംഗിൾ 90 അല്ലാതായി മാറി. മുകൾ ഭാഗത്ത് 90 ആണ്. അപ്പോ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ഇനി താഴെ ഇവിടെ വരുന്ന ഈ ആംഗിൾ നമ്മൾ മാറ്റിയപ്പോൾ ബീറ്റ നോട്ട് ഈക്വൽ ടു എന്താണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ തള്ളുന്നതിന് പകരം ബാക്കിയുള്ള ഭാഗത്തു നിന്നും കൂടെ തള്ളിയിട്ട് മുകൾ ഭാഗത്തെ 90കളും നമ്മൾ എന്താക്കി? മാറ്റിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കിട്ടുക ഒന്നും വളരെ അസിമെട്രിക് ആയിട്ട് കിടക്കുന്നത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രൈക്ലിനിക് എന്ന് പറയുന്നത്. അടുത്തത് ഹെക്സഗണൽ ആണ്. ഹെക്സഗണൽ വളരെ സിമ്പിൾ ആണ്. മുകൾ ഭാഗം ആലോചിക്കുക ഹെക്സഗൺ, താഴ്ഭാഗം ഹെക്സഗൺ. എ ഈക്വൽ ടു ബി കിട്ടി, പക്ഷെ ഹൈറ്റ് സെയിം അല്ല. അപ്പൊ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഇനി ആ ഹൈറ്റ് വരുമ്പോ രണ്ടാളായിട്ട് ഉണ്ടാക്കുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. പക്ഷെ ആ ഹെക്സഗണിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആരാ? 120 ഡിഗ്രിയാണ്. അപ്പൊ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ബട്ട് ഗാമ ഈക്വൽ ടു എത്രയാണ്? 120 ഡിഗ്രി ആണെങ്കിൽ ഹെക്സഗണൽ സിസ്റ്റം ആണ് വരിക. ഇനി ഇതിന് ഓരോന്നിനും കുറെ എക്സാമ്പിള് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിലെ ടേബിൾ നിങ്ങൾ കാണണം. ആ ടേബിൾ നോക്കിയിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിളുകൾ എന്ത് ചെയ്യുക? മനസ്സിൽ വെക്കുക. അപ്പൊ ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ സ്ട്രക്ചറുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എക്സാമ്പിള് നന്നായിട്ട് നോക്കാം കേട്ടോ.